ഇറാന്റെ 2 സുഖോയ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ഖത്തർ. 7 ബാലിസ്റ്റിക് മിസൈലുകളും 5 ഡ്രോണുകളും തകർത്തെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ഇന്ന് ആക്രമണമുണ്ടായി. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഖത്തർ എനർജിയുടെ ഊർജ്ജ കേന്ദ്രത്തിലും മിസൈദ് പവർ പ്ലാന്റിലെ ജലസംഭരണ കേന്ദ്രത്തിലുമാണ് ആക്രമണങ്ങൾ. ആളപായമില്ല. ആക്രമണത്തിന് പിന്നാലെ LNG ഉൽപാദനം ഖത്തർ എനർജി നിർത്തി. വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ഉണ്ട്. അബ്ബാസ്, പശ്ചിമേഷ്യയിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. നിലവിൽ അങ്ങോട്ട് എത്തിയിട്ടുള്ള ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും എല്ലാം പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവിടുത്തെ സ്ഥിതി? ഹരിഗോവിന്ദ്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൽ ഉദൈദ് ബേസ് ചെയ്തിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് പ്രകാരം 2 ഡ്രോണുകൾ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ സിറ്റികളിൽ പതിച്ചിട്ടുണ്ട്. അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ ആക്രമണത്തിൻ്റെ വേറൊരു തലമുണ്ട് ഇക്കാര്യത്തിൽ. ഇതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ടത്. ഇതോടുകൂടെ തന്നെയാണ് ഏകദേശം ഒരു അരമണിക്കൂറിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയം മറ്റൊരു വാർത്താക്കുറിപ്പ് കൂടി പുറപ്പെടുവിക്കുന്നത്. ഇതിൽ സുഖോയ് SU-24 എന്ന് പറയുന്ന ഖത്തറിൻ്റെ ആകാശപരിധിയിലേക്ക് കടന്നു വന്ന രണ്ട് യുദ്ധവിമാനത്തെ, ഇറാൻ്റെ യുദ്ധവിമാനത്തെ അമീരി വ്യോമസേന തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ 7 ബാലിസ്റ്റിക് മിസൈലുകളും 5 ഡ്രോണുകളും ഖത്തർ എമീരി വ്യോമസേനയും അതുപോലെ നാവികസേനയും സംയുക്തമായി പ്രതിരോധിച്ചു, തകർത്തു എന്നുള്ളത് കൂടി ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങളാണ്. ഒഫീഷ്യലായിട്ടുള്ള പ്രതിരോധ മന്ത്രാലയമാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ. ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തും മുമ്പ് തന്നെ ഈ മിസൈലുകളെയും അതുപോലെ ഡ്രോണുകളെയും ഒക്കെ പ്രതിരോധിക്കാനായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും നേരത്തെ ഇങ്ങോട്ട് വന്ന ഇവിടെ അൽ ഉദൈദ് വ്യോമതാവളത്തിലേക്ക് വന്ന മിസൈലുകൾ പ്രതിരോധിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമൊന്നോ ഇക്കാര്യത്തിൽ ശബ്ദങ്ങൾ അതൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അഥവാ നാവികസേന കൂടി ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ കടലിൽ വെച്ച് തന്നെ ഇതിനൊക്കെ തകർത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടെ തന്നെ ഈ അതിർത്തികളിലും അതുപോലെ തന്നെ അതിർത്തികളെ സംരക്ഷിക്കാനും വിദേശത്തുള്ള ഏത് തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാനും ഖത്തറിൻ്റെ സേന, അതിർത്തി സേനയും വ്യോമസേനയും നാവികസേനയും സജ്ജമാണ് എന്നുകൂടി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ജനങ്ങളോട് ശാന്തരായിരിക്കാനും അകത്ത് തന്നെ ഇരിക്കാനും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ പുറത്തു പോകേണ്ടതുള്ളൂ എന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും ഈ കുറിപ്പിലും ഖത്തർ പ്രതിരോധ മന്ത്രാലയം ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടെയാണ് കുറച്ച് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയകളായ മിസൈദിലും അതുപോലെ ലാസ് റഫാനിലും 2 ആക്രമണങ്ങൾ ഉണ്ടായത്. ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായത്. അവിടെയുള്ള ഊർജ്ജ ഫെസിലിറ്റികൾക്ക് നേരെ നടന്ന ആക്രമണം അവിടെ ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം LNGയുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഖത്തർ എനർജി നിർത്തി എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ നിർത്തുന്ന സമയത്ത് ഇത് നിർത്തുന്നത് വളരെ ആഗോള സാമ്പത്തിക മേഖലക്ക് അതുപോലെ തന്നെ എണ്ണ മേഖലക്കൊക്കെ വളരെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നൊരു തീരുമാനമാണ്. ഈ കാര്യത്തിൽ ഖത്തർ എനർജിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും, വിശദമായൊരു കുറിപ്പ് തന്നെ ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. ഏതായാലും ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹാൾട്ട് ചെയ്യുന്ന സമയത്ത് അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതം ചെറുതായിരിക്കില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം LNGയുടെ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഉൽപാദകരും അതേപോലെ നിർമ്മാതാക്കരും അതുപോലെ എക്സ്പോർട്ടേഴ്സുമാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക നട്ടെല്ല് കൂടിയാണ് അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിൻ്റെ വലിയ ഉപഭോക്താക്കളാണ്. 11 മില്യൺ ബാരലാണ് 2024 ഇന്ത്യ ഇവിടെ നിന്ന് ഖത്തറിൽ നിന്ന് വാങ്ങിയ ഈ LNGയുടെ ബാരൽ എന്ന് പറയുന്നത്. ഏതായാലും ഇത്രമാത്രം വലിയ LNGയുടെ ഉൽപ്പാദക രാഷ്ട്രം എന്നുള്ള നിലക്ക് ഈ രാജ്യം അതിൻ്റെ ഒരു ഉൽപ്പാദനം നിർത്തുമ്പോൾ അത് ആഗോള സാമ്പത്തിക മേഖലയിൽ ആഗോള സമ്പദ്ഘടനയിൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ കൂടി ഈ രാജ്യത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അടിയന്തരമായി യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട അൺഒഫീഷ്യലായിട്ടെങ്കിൽ പോലുമുള്ള ചർച്ചകൾ ബാക്ക്ഡോർ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ചു മുമ്പാണ് ഇവിടുത്തെ അമീരി ദിവാൻ റഷ്യൻ പ്രസിഡന്റ്
വ്ളാദിമിർ പുടിൻ ഖത്തർ അമീറുമായി സംസാരിച്ചു എന്ന ഔദ്യോഗികമായ വിവരം പങ്കുവച്ചത്. അദ്ദേഹം റഷ്യ ഈ രാജ്യത്തോട് ഐക്യദാർഢ്യപ്പെടുന്നതോടൊപ്പം ഏതെല്ലാം തരത്തിലാണ് സഹായങ്ങൾ വേണ്ടത് എന്നുള്ള ആവശ്യപ്പെടുകയും കൂടി ചെയ്തിട്ടുണ്ട്. റഷ്യ ആഗോള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വോയിസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഇടപെടുന്നത് പോലെയല്ല റഷ്യയുടെ ഇടപെടൽ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ, അതുപോലെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി അടക്കമുള്ള നേതാക്കൾ, ഈ മേഖലയിലെ വലിയ രാഷ്ട്രങ്ങളെന്ന് പറയാവുന്ന ഈജിപ്തിലെയും തുർക്കിയുടെയും രാഷ്ട്ര നേതാക്കൾ കൂടി ഖത്തറുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതോടുകൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ഇറാനുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ല എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി ഇന്ന് CNN നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഇതിനൊരു പേയിങ് ദ പ്രൈസ് എന്നാണ്, ഇതിനൊരു വില കൊടുക്കേണ്ടി വരും ഇറാൻ എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷങ്ങളുള്ളത്. ഹരിഗോവിന്ദ്.